നായിബ് കുതുബുസമാൻ മഹാനാള് പറഞ്ഞു, മഹാനോട് ഞാൻ പറഞ്ഞു, ഞങ്ങളെ പരിപാടി ഇതവിടെ അതിൻ്റെ പ്രചരണമൊക്കെ അന്തിമഘട്ടത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പരിപാടി കഴിയോളം മഴ പെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ നായിബിന്റെ അടുത്താണോ മഴ? ആഴ്ചയാണ് നമ്മളെ 6 മണി വരെയാണ് ഞാൻ ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പരിപാടിന്റെ ഒരു സ്ക്രീന് പുറത്ത് വെച്ചിട്ടുണ്ട് ആളുകൾക്ക് കാണാൻ. അതിന്റെ ആളുകൾ ഇന്നലെ വിളിക്കുമ്പോൾ ഇന്നലെ വൈകുന്നേരം പറഞ്ഞു മഴയാണ്, ഈ സംഭവം മഴ കൊണ്ടാൽ കേടുവരും, അതുകൊണ്ടൊരു താർപ്പായ കെട്ടിത്തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊരു കടയുടെ മുമ്പിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ ബസ് സ്റ്റാൻഡാണ്, അതുകൊണ്ട് പായ കെട്ടാൻ പറ്റൂല, മഴ വേണമെങ്കിൽ മാറ്റിത്തരാന്ന് പറഞ്ഞു. ഓ, അവിടെ തക്ബീർ വിളിക്കുന്നുണ്ടല്ലേ? ആരാണ് മഴ മാറ്റിത്തരാന്ന് പറഞ്ഞിരിക്കുന്നത്? നായിബ് യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന ആലുവ തുരീഖത്തിന്റെ മഷായിഖായിട്ട് അയാൾ മരിച്ചു പോയതുകൊണ്ട് അയാളുടെ മകനാണ് ഇപ്പോ ഒരു ഗുണ്ടായിസത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരാള്. അയാളുടെ പേര് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ആ അയാൾ മരിച്ചു പോയല്ലോ, ഇനിയിപ്പോ എന്ത് നുണയും പറയാലോ. മരിച്ചു പോയാൽ തുടങ്ങി നുണ പറയല്, മരിച്ചു പോയ അപ്പൊ തുടങ്ങും നുണ പറയല്. ഇന്നത്തെ അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് നമുക്കൊന്ന് പോയി ചോദിക്കാറുന്നില്ലേ? അത് പറയില്ല, മരിച്ചതിന് ശേഷമേ പറയുള്ളൂ. കബറിനോട് പോയിട്ട് നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് ഉത്തരം തരുമല്ലോ അല്ലേ? പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞ സലാം അടക്കല്ല എന്ന് പറഞ്ഞ പോലെ കബറിലുള്ള ആളോട് ചോദിച്ചാൽ ഒരു ഉത്തരം തരൂല. അതാരെയാ പറഞ്ഞ? അല്ലേ പറഞ്ഞത്. കബറിലുള്ളവരെ കേൾപ്പിക്കാനും നിനക്ക് കഴിയില്ല, ഖബറിലുള്ളവർ നിനക്ക് ഉത്തരവും തരൂല എന്നുള്ളത് അല്ല പറഞ്ഞാണ്. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് ഏതായാലും ആ വഴിക്ക് പോണില്ല. ഏതായാലും ആ മഷായി കുനാക്കുന പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു മഴ പെയ്യൂല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ആ തക്ബീറൊക്കെ ഉണ്ടായത്. ഇനി എന്താ പറഞ്ഞു നോക്കുക? പറയും തള്ളി. അപ്പൊ അത് കേട്ട് നിന്ന് എന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ കുറച്ചു പേര് ചിരിച്ചു ഇത് കേട്ടിട്ട്. അതെ, മാനു പറഞ്ഞത് കേട്ടില്ല, മഴ മാറ്റി കൊടുക്കാൻ. അപ്പോ ഞാൻ അവരോട് പറഞ്ഞ് 4 പേര് എന്റെ കൂടെ സ്വലാത്ത് റാലിക്ക് ആലുവേലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ രാവിലെ മുതൽ മഴയായിരുന്നു. അപ്പൊ അവരെന്നോട് ചോദിച്ചു, ഈ മഴയത്ത് എന്ത് റാലി നടത്താനാണ് ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ് നിങ്ങൾ വരി, റാലിയൊക്കെ നടക്കുന്ന പറഞ്ഞു. റാലിന്റെ ടൈം ഏകദേശം 5 മിനിറ്റും കൂടി ഉള്ളൂ പറഞ്ഞ സ്റ്റാർട്ടിങ് പോയിന്റിലും, അപ്പോഴും മഴ പെയ്യാണ്. അപ്പൊ ഇവരെന്നോട് പറഞ്ഞ് ഈ മഴക്കോട്ട് വാങ്ങി തരികയാണെങ്കിൽ എന്റെ റാലിയിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അവിടെ ഒരു പതാക കൈമാറും, ആ പതാക കൈമാറി കഴിഞ്ഞാല് മഴ നിൽക്കും, പിന്നെ ജീലാനി ഷരീഫിൽ ഈ റാലി അവസാനിച്ചിട്ടേ മഴ പെയ്യുള്ളൂ എന്നത്. അപ്പൊ അവരും പറഞ്ഞു അതൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞു. അത് അവര് കണ്ടു. നായിബ് കുത്തുബുസമാൻ മഴനെ ആ സമയത്ത് അവിടെ കറക്റ്റ് ടൈമിൽ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു മാനിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളൊക്കെ കണ്ടു, ഇത് കർക്കിടം ഇന്ന് 6 or 7 അങ്ങനെ എന്തോ ആണ്. ഈ ഹാളിന് മുമ്പിലുള്ള കടക്കാരൻ അദ്ദേഹത്തിനോട് ഞാൻ ഇന്നലെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു മഴയാണല്ലോ, നിങ്ങൾ ഈ സാധനം ഇവിടെ വെച്ചാലും പായ് കെട്ടേണ്ടി വരുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു മഴ പെയ്യൂല, പായ് കെട്ടണ്ട, നിങ്ങൾ ഈ സ്ഥലം തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇയാള് ആരൊക്കെ ഇയാളുടെ നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കാ, കൂലി കൊടുത്തിട്ട് ചെലവും തരാം, വണ്ടിക്കൂലിയും തരാം, പിന്നെ വരുമ്പോ എന്തെങ്കിലും കൈമടക്കും തരാന്ന് പറഞ്ഞിട്ടാവും കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുക. കാര്യം കൂട്ടിക്കൊണ്ടുപോയ ആളുകൾക്ക് അയാളെ വിശ്വാസമില്ല എന്നുള്ളതാ. എന്തായാലും കൊടി കൈമാറിയപ്പോ നായിബ് സുൽത്താൻ യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന ഷെയ്ഖുനാക്കുന മൂപ്പര് കൊടി കൈമാറിയതിന് ശേഷം പിന്നെ മഴ പെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. മൂപ്പര് എന്താണ് സ്വിച്ച് ടച്ചിക്കായിരുന്നു അതുവരെ. എന്നിട്ട് മൂപ്പര് കൈമാറിയതിന്റെ മുമ്പ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വന്നിട്ട് ഇങ്ങനെ കൈമാറിക്ക. എന്തെന്നോണയാണ് മോലിയരെ നിങ്ങളീ പറയണത്? മനുഷ്യന്മാരെ പറ്റിക്കാൻ നോണ കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി കേട്ടിട്ട് വരാം. നോണയാണെങ്കിലും അല്ലേ കേൾക്കാം നമുക്ക്. അപ്പൊ അദ്ദേഹം ചിലപ്പോ ഇത് കേൾക്കണുണ്ടാവും. നമ്മള് വെറുതെ തള്ളി മറിക്കുന്ന ടീമല്ല. ഇതിന് ആദ്യമായിട്ട് നന്ദി പറയുന്നത് നായിബ് കുത്തുബുസം മാനാൾക്കാണ്. അതിനുശേഷം നമ്മളെ എത്തിയിട്ടുള്ള എല്ലാ ഉസ്താദുമാർക്കും അതുപോലെ എല്ലാ സഹോദരന്മാർക്കും നാട്ടുകാർക്കും നന്ദി പറയാണ്. അവസാനം മരിക്കുന്ന സമയത്ത് നമ്മളെ സന്തോഷത്തിലായിട്ട് മരിപ്പിക്കാം എന്നാണ് നായിബെ കുത്തുബുസമാൻ നമുക്ക് ഉറപ്പ് തരുന്നത്. അതിൽ ജാതിയോ ഗോത്രോ വർഗോ ഒന്നും പറഞ്ഞിട്ടില്ല. അവരെ സമീപിക്കുന്ന ആർക്കും ആ മരണം കിട്ടും. അങ്ങനെ ഉറപ്പ് തന്നിട്ടുള്ള മഹാന്റെ ഒരു കറാമത്താണ് ഇന്ന് വളാഞ്ചേരി സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്, ഈ മഴ നിന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളെ പരിപാടി കഴിഞ്ഞാൽ ചിലപ്പോ മഴ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇൻഷാ അല്ലാഹ് സ്വിച്ച് ഇടും. നായിബ് സുൽത്താൻ പോയിട്ട് പിന്നെ കൂടി പോയിട്ട് മഴയുടെ സ്വിച്ച് ഇടുകയാണ്. അപ്പൊ ഇങ്ങനെ പുറപുറന്ന് മഴ പെയ്യും. എന്തെന്നോണേണ് ഈ പറഞ്ഞത്? നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ പ്രിയമുള്ളവരെ? അവിടെ നായിബ് സുൽത്താനാണ് ആദ്യമായിട്ട് നന്ദി അറിയിക്കാനുള്ളത്. അൽഹംദുലില്ലാ എന്നൊരു വാക്ക് വിറ്റ പറയില്ല.
അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക എന്നുള്ളൊരു ചിന്ത ഇവർക്കില്ല. ഇവരെ പടച്ചോ നായിബ് സുൽത്താനോ എന്തൊക്കെയാണ്. അതുപോലെ ഇപ്പൊ നായിബ് സുൽത്താൻ എന്ന് പറഞ്ഞ ആള് അയാൾ മരിച്ചു. അയാൾ മരിച്ചപ്പോ അയാളുടെ മകനാണ്. ഇതിനിടയ്ക്ക് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, ഒരു ക്രൂരമായ ഒരു അക്രമത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ളൊരു കേസും കാര്യങ്ങളൊക്കെ. ഫണ്ട് ഉണ്ട്, നല്ല ഇഷ്ടം പോലെ ഈ ആളുകൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തള്ളി കൊടുക്കണ്ടല്ലോ. അപ്പൊ ഇവർക്ക് കേസും കൊണ്ടാൻ വേണ്ടി ഒന്നും ഇവർക്ക് വിഷയം ഉണ്ടാവൂല. എന്തോട്ടെ, നമ്മള് ആ ഒരു സംഭവം നേരത്തെ വീഡിയോ ചെയ്തതാണ്. നായിബ് സുൽത്താൻ ആരാ? പടച്ചോനാ മൂല്യരെ. നിങ്ങൾക്ക് അള്ളാന്ന് പറഞ്ഞിട്ടൊരു ആളറിയോ? ഒരു തൊപ്പിയും കൗത്തിയിട്ട് വന്നിട്ട് ഈ നോണ പറയൽ നടത്തിയല്ലോ. ഒരു മനുഷ്യനാണ് മരിച്ചാ തുടങ്ങും. ഇനിയിപ്പോ കൂറത്തങ്ങള് മരിച്ചു, കൂറത്തങ്ങളുടെ പേരിൽ ഒരേ തള്ളാണ്. ഇനി ഈ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇവര് നുണറച്ചിൽ തുടങ്ങും. ഈ പറയുന്ന നുണകൾ ഇപ്പൊ തന്നെ നിങ്ങൾ വിളിച്ചു പറയും, പ്രസിദ്ധീകരിക്കുകയും എന്നുള്ളതല്ലേ അതിന്റെ ഒരു ചൊറുക്ക്. അത് ഇവര് ചെയ്യൂല. ഇവര് ഈ മരിച്ചാൻ കാത്തു കിടക്കാണ് നുണറിയാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ തള്ളും. സ്റ്റേജ് ഇട്ടുക, മൈക്ക് ഇട്ടുക, എന്നിട്ട് ഇരുന്ന് തള്ളുക. ഈ തള്ളല് മാത്രമാണ്. ഇതൊന്നല്ല സഹോദരന്മാരെ. നന്ദി പറയേണ്ടത് അള്ളാഹുവോടാണ്. മഴ വർഷിപ്പിക്കുന്നതും മഴ വർഷിപ്പിക്കാതിരിക്കുന്നതും അള്ളാഹുവാണ്. മഴ വർഷിപ്പിച്ചു, അത് നമുക്ക് അധികമായി അപകടമുണ്ടായി. മഴ വർഷിച്ചില്ലെങ്കിലോ, ഒരു വർഷം നമ്മുടെ നാട്ടിൽ മഴ പെയ്തില്ലെങ്കിലുള്ള അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എത്ര ആളുകളാണ് കുടിവെള്ളമില്ലാതെ ചൂട് അധികരിച്ചിട്ടൊക്കെ അല്ലേ? നമ്മൾ തന്നെ പല വീഡിയോകളിലൂടെയും വേനൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു മഴ എളുപ്പമാക്കട്ടെ, ഭയങ്കര കഠിനമായിട്ട് ചൂടാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ അല്ലേ? അതുപോലെ തന്നെ മഴ അധികരിച്ചാലും അതും അബദ്ധവും ബുദ്ധിമുട്ടും ഒക്കെയാണ്. ഈ പറയണ ഈ നോണ പറയണ ഈ ആൾക്ക് എന്തേ ആ മഴ അധികരിച്ചപ്പോ ഒരു ഗ്രാമം, ഒന്നല്ല 2 ഗ്രാമം, ഒരു പഞ്ചായത്തിന്റെ സൈഡ് മുഴുവൻ കുത്തിയൊലിച്ചു പോയി. ഒരുപാട് സഹോദരന്മാര് അവര് ഉറ്റവരും ഉടയവരും എല്ലാം ഒരുമിച്ച് കെട്ടിപ്പുണർന്ന് വാരിപ്പുണർന്നുകൊണ്ട് അവര് ഒഴുകിപ്പോവുകയാണ് കിലോമീറ്ററുകള്. എന്താ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത്? നോണ പറയുന്നതിനൊരു അതിരുണ്ട്. ഇതുപോലെയുള്ള അവസ്ഥകൾ ഇവിടെ ഉണ്ടായപ്പോ പറയാൻ പറ്റൂല. ആലുവ ത്വരീഖത്തേരും ഉണ്ടാവും ചിലപ്പോ അതില് ഇല്ലേ? മുണ്ടൂലവരെ. കാരണം എന്താ അറിയോ? അപ്പോ ഒലിക്ക് അതിന് നിയന്ത്രണമില്ല. അപ്പൊ കറണ്ട് KSEB പവർ കട്ടാക്കി ലോഡ് ഷെഡിങ് ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ അവരുടെ സ്വിച്ച് വർക്ക് ചെയ്യൂല. ഇതുപോലെയുള്ള നുണകൾ പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിനെ പഴപ്പിക്കാനാണ് ഇവരുടെയൊക്കെ ഉദ്ദേശവും ലക്ഷ്യവും. അത് തിരിച്ചറിയുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.